ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ജീവശാസ്ത്രം കേട്ടോ. 2023-24 അപ്പം എന്താണ് 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 3 എണ്ണത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്കോർ വീതം. ചുവടെ കാണിച്ചിരിക്കുന്ന കോശാംശം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോശാംഗം ഏത്, അതിൻ്റെ ധർമ്മവും ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം എന്താണ് ഗോൾജി കോംപ്ലക്സ്, എന്താണ് കോശസ്രവങ്ങളെ ചെറുസഞ്ചിയിലാക്കുന്നു, അതാണ് അതിൻ്റെ ധർമ്മം അല്ലേ. പിന്നെ ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതു സവിശേഷത എഴുതാനാണ് പറഞ്ഞത്. നമുക്ക് എൻഡോമെട്രി ഉണ്ട്, വൃഷ്ണുണ്ട്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുണ്ട്, ബീജവാഹി ഉണ്ട് അല്ലേ. അപ്പം എന്താണ് അതിൻ്റെ ഒറ്റപ്പെട്ട ഏതാണ്, എൻഡോമെട്രി ആണ് അല്ലേ. ബാക്കിയുള്ള എന്താണ് മറ്റുള്ളവർക്ക് പുരുഷ ലൈംഗികമായ ബന്ധമുണ്ട് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് നോക്കിയേ. തന്നിരിക്കുന്ന ഭക്ഷ്യശൃംഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്. ഇതിലെ പ്രാഥമിക ഉപഭോക്താവ് ആരാണ്? പ്രാഥമികമായിട്ടുള്ള ഉപഭോക്താവ് ആരാണ്? പുൽച്ചാടിയാണ് അല്ലേ. പിന്നെ പാമ്പ് ഉൾപ്പെടുന്ന പോഷണതലം ഏതാണ് പാമ്പ് ഉൾപ്പെടുന്ന പോഷണതലം എന്ന് പറയുന്നത് ഏതാണ് നോക്കിയാൽ പോഷണതലം 4 ആണ് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, പദബന്ധം മനസ്സിലാക്കി വിട്ട ഭാഗം പൂർത്തിയാക്കാനാണ് പറയുന്നത്. സ്ത്രീ ലൈംഗിക ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഈസ്ട്രജനാണ്. അതിനാണ് പുരുഷ ലൈംഗിക ഹോർമോൺ എന്താണ് ടെസ്റ്റോസ്റ്റിറോൺ അല്ലേ. എന്താണ് ടെസ്റ്റോസ്റ്റിറോൺ ആണ് അല്ലേ. പിന്നെ ഇവിടുത്തെ ബാക്ടീരിയ എന്താണ്, ദ്വിവിഭജനാണ് അല്ലേ. ഹൈഡ്ര എന്താണ്, മുകുളനം അല്ലേ. എന്താണ് മുകുളനം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ നോക്കൂ. എന്താണ് അടുത്തത് 5ാമത്തെ ക്വസ്റ്റിന് 5 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 4 എണ്ണത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 2 സ്കോർ വീതമാണ്. തന്നിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് ജൈവ വൈവിധ്യ സേവനങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രീകരണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ജൈവ വൈദ്യ സേവനങ്ങൾ, പാരിസ്ഥിതിക സേവനങ്ങളുണ്ട് അല്ലേ. പാരിസ്ഥിതിക സേവനങ്ങളിൽ ഏതാ വരുന്നത്, നമുക്ക് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് സന്തുലനാണ് വരുന്നത് അല്ലേ. സഹായ സേവനങ്ങളിൽ ഏതാ വരുന്നത്, സഹായ ഏതാ എന്താണ് ജൈവ നിയന്ത്രണമാണ് അല്ലേ. പിന്നെ സാംസ്കാരിക സേവനങ്ങൾ ഏതാണ്, ആചാരാനുഷ്ഠാനങ്ങൾ അല്ലേ. പിന്നെ എന്താ അവശ്യ വസ്തുക്കളുടെ ലഭ്യത ഏതാണ്, ഇന്ധനങ്ങൾ അതല്ലേ വരുന്നത്. യെസ് ആണല്ലേ. നോക്കൂ, ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് സന്തുലനാണ് ഫസ്റ്റത്തേല്. പിന്നെ ജൈവ നിയന്ത്രണം, ആചാരാനുഷ്ഠാനങ്ങൾ, ഇന്ധനങ്ങൾ അല്ലേ. ദെൻ നെക്സ്റ്റ് തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രം തിരിച്ചറിഞ്ഞ് ഇതിന്റെ പേര് എഴുതുക. അതെന്താണ്, പൂമ്പീഞ്ച് അല്ലേ. ഓക്കെ, പിന്നെന്താണ് എക്സ് എന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്തിനുള്ള കാണപ്പെടുന്ന കോശാംഗം ഏതെന്നാ ചോദിച്ചത്. ഇതിന്റെ പ്രാധാന്യം എന്തൊന്നും ചോദിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ എന്താണ് മൈറ്റോകോൺട്രിയോൺ ആണ്, ഊർജ്ജോൽപാദനത്തിലാണ് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഗുണമേന്മയുള്ള സങ്കര ഇനങ്ങൾ ധാരാളം ഉള്ളതിനാൽ നാടൻ ഇനങ്ങൾ സംരക്ഷിക്കേണ്ടതില്ല. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. അഭിപ്രായം സാധൂകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് കുറേ സങ്കര ഇനം ഉണ്ടായ കാര്യമില്ല, എന്താ നമുക്ക് നാടൻ ഇനമാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഈ പ്രസ്താവനയോട് നമുക്ക് യോജിക്കുന്നില്ല അല്ലേ. അപ്പോൾ ഇല്ലയെന്ന് എഴുതുക. എന്നിട്ട് എന്താ യോജിക്കുന്നില്ല എന്ന് എഴുതുക. നാടൻ ഇനങ്ങൾക്ക് സങ്കര ഇനങ്ങളേക്കാൾ എന്താണ് പ്രതിരോധ ശക്തി ഉണ്ട് അല്ലേ. പരിപാലനവും എളുപ്പമാണ്, ചെലവ് കുറവാണ്. ദെൻ നെക്സ്റ്റ് നോക്കൂ, 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താണ് ഒരു ശാസ്ത്രലേഖനത്തിന്റെ പ്രസക്ത ഭാഗമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇത് വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കൗമാരക്കാരായ കുട്ടികളിൽ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നത് അവരുടെ ഓർമ്മയും ഏകാഗ്രതയും കുറയുന്നതിന് കാരണമാകുന്നു. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന രോഗാവസ്ഥ ഏതാണ്, ഏത് മൂലകത്തിന്റെ അഭാവമാണ് ഈ രോഗാവസ്ഥയ്ക്ക് കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് രോഗാവസ്ഥ? എന്താണ് അനീമിയ, ഓർമ്മക്കുറവും പിന്നെന്താണ് കോൺസെൻട്രേഷൻ, അതായത് ഒന്നിൽ തന്നെ കേന്ദ്രീകരിക്കാൻ കഴിയാത്തത് എന്താണ് അനീമിയാണ് അല്ലേ. അതെന്താണ് ഇരുമ്പിന്റെ അഭാവം കൊണ്ടാണ് അത് ഇതാക്കുന്നത്. ഓക്കെ, ഇരുമ്പിന്റെ അഭാവമാണെന്ത് ഈ രോഗാവസ്ഥയ്ക്ക് കാരണമാവുന്നത്. ഓക്കെ, കൗമാരക്കാരിൽ ഈ രോഗാവസ്ഥ വരാതിരിക്കാൻ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തെല്ലാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? ഇരുമ്പ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ശീലമാക്കുക, ഇലക്കറികളും പഴവർഗ്ഗങ്ങളും മറ്റുമൊക്കെ കഴിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. എന്താണ് തന്നിരിക്കുന്ന ചിത്രീകരണം വിശകലനം ചെയ്ത് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സസ്യ കലകളാണ് അല്ലേ. അതെന്താ ഒന്ന് കോളം കൈമ തന്നുണ്ട് അല്ലേ. നമുക്കറിയാം ഒന്നാമത്തെ ഏതാണ് പാരൻ കൈമ അല്ലേ. ഏതാണ് പാരൻ കൈമ. മറ്റേതെന്താണ് സ്ക്ലീറൻ കൈമ അല്ലേ. ഇത് സ്ക്ലീറൻ കൈമയാണ്. ഇത് പാരൻ കൈമ, ഇത് കോളം കൈമ, ഇത് സ്ക്ലീറൻ കൈമ അല്ലേ. ഞാൻ അതിൻ്റെ എന്താണ് ഇതൊക്കെ എന്താണ് ഈ പാരൻ കൈമേൻ്റെത് പറയുന്നത് എന്താണ്, പാരൻകൈമേൻ്റെ പറയുന്നത് എന്താ പ്രകാശ സംശ്ലേഷണം സംഭരണമാണ് അല്ലേ. പിന്നെ മറ്റേ പറയുന്നത് ഏതാണ് കോളം കൈമേൻ്റെ പറയുന്നത് ഏതാ താങ്ങും ബലവും നൽകുന്നു അല്ലേ. ഓക്കെ, ഇതിന് സ്ക്ലീറൻ കൈമേൻ്റെ അവിടെ തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ 10 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
10ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്, 3 സ്കോർ വീതാണ്. ആവാസ വ്യവസ്ഥയിലെ പ്രതിവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പട്ടിക ഉചിതമായി പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പരാത ജീവനും അതിന് പ്രത്യേകത എന്താണ്, ഉദാഹരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരാണ് അല്ലേ. അതിൻ്റെ എക്സാമ്പിൾ എന്താ, മാവും ഇത്തുൾ കണ്ണിയും അല്ലേ. ഒന്നിന് ഗുണകരമാണ് മറ്റേതിന് ദോഷകരം അല്ലേ. മാവും ഇത്തുൾ കണ്ണിയാണ് അതിൻ്റെ എക്സാമ്പിൾ വരുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ് ഉദാഹരണം വരുന്നത് അല്ലേ. അടുത്തത് എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്നുണ്ട് അല്ലേ. അതിൻ്റെ ജീവബന്ധം എന്താണെന്നും ഉദാഹരണം എന്താണെന്ന് എഴുതണം. ഒന്നിന് ഗുണകരം മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല. അതേതാണ്, അതാണ് എന്താ കമൻസരിസോ അല്ലേ. മാവും മരവാഴിയാണ് അല്ലേ അതിൻ്റെ ഉദാഹരണം പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കിയേ. ജീവിതബന്ധം തന്നിട്ടില്ല, അതിൻ്റെ പ്രത്യേകത തന്നില്ല, പക്ഷെ ഉദാഹരണം തന്നിട്ടുണ്ട്, പൂവും പൂമ്പാറ്റയും. അപ്പോൾ അതിൻ്റെ ജീവബന്ധം എന്താണ് പറയുന്നത്, മ്യൂച്വലിസ് ആണ് അല്ലേ, രണ്ടിനും ഗുണകരമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. എന്താ 11ാമത്, വർഗീകരണവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മൊനീറ കിങ്ഡത്തിലെ ഒരു വിഭാഗം ബാക്ടീരിയകൾ കോശഘടനയിലും ജീവധർമ്മങ്ങളിലും മറ്റുള്ള ബാക്ടീരിയകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന ബാക്ടീരിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന ബാക്ടീരിയ ഏതാണ്, ആർക്കി ബാക്ടീരിയ അല്ലേ. ഓക്കെ, ദെൻ അടുത്ത എന്താ ചോദ്യം വന്നിരിക്കുന്നത്, കിങ് ബാക്ടീരിയ. ഈ ബാക്ടീരിയകളെ ഈ ബാക്ടീരിയകൾ ഉൾപ്പെടുത്താൻ 5 കിങ്ഡം വർഗീകരണത്തിൽ വരുത്തിയ പരിഷ്കാരം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് പരിഷ്കാരമാണ് വന്നിരിക്കുന്നത്, എന്താണ്, മൊനീറ കിങ്ഡത്തെ വിഭജിച്ച് ആർക്കിയ ബാക്ടീരിയ കിങ്ഡങ്ങളാക്കി മാറ്റി അല്ലേ. മൊനീറ കിങ്ഡത്തെ വിഭജിച്ചത് എന്താണ്, ആർക്കിയ ബാക്ടീരിയ എന്ന കിങ്ഡങ്ങളാക്കി മാറ്റി. ഓക്കെ, പിന്നെ എന്താ അടുത്ത ചോദ്യം നോക്കിയാൽ, ഇത് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ശാസ്ത്രജ്ഞനാണ് ഇത് നിർദ്ദേശിച്ചത്, കൗൾ ബൗസ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ അതിലൊരു ചോദ്യം ഉണ്ട്, അദ്ദേഹം കിങ്ഡത്തിന് മുകളിലായി നിർദ്ദേശിച്ച വർഗീകരണ തലം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്, കിങ്ഡത്തിന് 6 കിങ്ഡത്തിന് മീതെ ഡൊമൈൻ തലം നിർദ്ദേശിച്ചു അല്ലേ. ഡൊമൈൻ ലെവലിൽ, അതായത് ഡൊമൈൻ തലം നിർദ്ദേശിച്ചു. ഓക്കെ, അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താണ് 12ാമത്തത്. 12 ഇല്ല അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളം മീഡിയത്തിൻ്റെ ഇല്ല, ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ കാണിച്ചുതരാം. ഈ ഫിഗർ നോക്കി, ഈ ചിത്രം നോക്കിയിട്ട് എന്താണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ എന്താണ്, ഈ എക്സും വൈയും ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ എക്സും വൈയും, എക്സ് എന്ന് പറയുന്നത് അണ്ടവാഹിയാണ്, വൈ എന്ന് പറഞ്ഞാൽ അണ്ടാശയാണ് കേട്ടോ. ഓക്കെ, ഇനി ഈ എക്സിൻ്റെ, അതായത് അണ്ടവാഹിയല്ലേ, ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഇതിൻ്റെ ധർമ്മം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ധർമ്മം പറയുന്നത്, അണ്ടവും സ്ത്രീ ഹോർമോണുകളും എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നു അല്ലേ. പിന്നെ എന്താ അടുത്ത ചോദ്യം, പിന്നെ ഈ വൈ അല്ലേ, ആ വൈയിൽ നിന്ന് സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അണ്ടം വലുതും ചലനശേഷി ഇല്ലാത്തതുമാണ് അല്ലേ. കോശാസ്ത്രത്തിന് പുറത്ത് പ്രത്യേക സംരക്ഷണാവരണങ്ങളും ഉണ്ട്. ഓക്കെ.